പാതിവില തട്ടിപ്പിൽ നിന്ന് താൻ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടതെന്ന് ഷാഫി പറമ്പിൽ എം പി. തട്ടിപ്പിൽ ജനപ്രതിനിധികൾ മനഃപൂർവ്വം ഇടപെട്ടതായി കരുതുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാതിവില തട്ടിപ്പിൽ ജനപ്രതിനിധികൾ മനഃപൂർവ്വം ഇടപെട്ടതായി കരുതുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു. ജനങ്ങളെ സഹായിക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് പലരും ഇതിൽ കുടുങ്ങിയത്. തന്റെ മുന്നിലും ഈ അവസരം വന്നിരുന്നു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണെന്നും ഷാഫി പറമ്പിൽ ജിദ്ദയിൽ പറഞ്ഞു. തട്ടിപ്പിൽ ജനപ്രതിനിധികൾ അങ്ങനെ ആരും അറിഞ്ഞിട്ട് ബോധപൂർവ്വം പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അതെന്താ വെച്ചാൽ മണ്ഡലത്തിലെ ഒരു ആളുകൾക്ക്, ജനപ്രതിനിധികളുടെ കാര്യം, മണ്ഡലത്തിലെ ആളുകൾക്ക് ഒരു ലാപ്ടോപ്പോ, ഇപ്പം നമ്മളൊക്കെ തന്നെ മുച്ചക്ര വാഹനങ്ങളുടെ അപേക്ഷ, ഇലക്ട്രോണിക് വീൽ ചെയറിന്റെ അപേക്ഷ, ലാപ്ടോപ്പിന്റെ അപേക്ഷ, എണ്ണമറ്റ അപേക്ഷകളാണ് ഓരോ ജനപ്രതിനിധിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്നൊരു സാഹചര്യം തന്നെ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ കൊടുക്കണമെന്ന് വെച്ചിട്ട് വന്നിരുന്നു. പിന്നെ കേൾക്കുമ്പോൾ പെട്ടെന്ന് പകുതി വിലക്ക് മണ്ഡലത്തിലെ ആൾക്ക് 10 കുട്ടികൾക്ക് ഒരു ലാപ്ടോപ്പ് കിട്ടിക്കോട്ടെ എന്നാണല്ലോ ഇപ്പോൾ വിചാരിക്കുക. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അപ്പോൾ ആ ഒരു വിചാരം അപ്പോൾ വന്നില്ല. അല്ലെ ഇപ്പൊ ഈ പറഞ്ഞ പേരിൽ എന്റെ പേരും കൂടി ഉണ്ടായിരുന്നു. എന്നെ വേറൊരു സ്ഥലത്ത് കൊടുക്കാനുള്ള ഡേറ്റിന് എന്നെ വിളിച്ചായിരുന്നു. പിന്നെ വന്ന് ഉദ്ഘാടനം ചെയ്താൽ മതി, ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ മണ്ഡലത്തിൽ നമ്മൾ നടത്താൻ പോകണമെന്നൊക്കെ പറഞ്ഞു. കേൾക്കുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവാ. എന്തോ ഭാഗ്യത്തിന് പറഞ്ഞ പോലെ അന്ന് ഉദ്ഘാടനത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അപ്പോഴൊന്നും നമ്മളിങ്ങനെ അല്ലല്ലോ ഉദ്ദേശിക്കുക. ഒരു ഇന്റൻഷൻ നമ്മുടെ ഉള്ളിൽ എന്താ, നമ്മുടെ മണ്ഡലത്തിൽ ഒരു കുട്ടിക്ക് ഒരു ലാപ്ടോപ്പ് പകുതി വിലക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുക. നാട്ടിൽ ഭൂമി വിൽക്കേണ്ടി വരുന്ന പ്രവാസി ഇന്ത്യക്കാർ സർക്കാരിലേക്ക് കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ടാക്സ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾക്ക് അർഹരായവരെ സൂചിപ്പിക്കുമ്പോൾ പൗരർ എന്നതിന് പകരം സ്ഥിരതാമസക്കാർ എന്ന് ഉപയോഗിച്ചതിനാലാണ് പ്രവാസികൾക്ക് ഈ ആനുകൂല്യം കിട്ടാതെ പോകുന്നത്. ഇന്റൻഷനലി റെസിഡൻസ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്തതാണോ, അതല്ല അങ്ങനെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നതിന്റെ പുറത്ത് പിന്നെ സിറ്റിസൺസ് എന്നതിന് പകരം വന്നതിന്റെ പുറത്ത്. കാരണം അങ്ങനെ ടാക്സ് ലാബിൽ അങ്ങനെ ഒരു വ്യത്യാസം സാധാരണ ഉണ്ടാവാറില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഐ വിൽ സീരിയസ്ലി ലുക്ക് ഇൻ ടു ദിസ് മാറ്റർ എന്നുള്ള മറുപടിയാണ് അവിടെ ലഭിച്ചത്. മെഡിക്കൽ ഫാർമസി കോഴ്സുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പല കോഴ്സുകൾക്കും സൗദിയിൽ അംഗീകാരമില്ലാത്തത് നിരവധി ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്നുണ്ട്. ഇക്കാര്യം അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്നും എം പി പറഞ്ഞു. മക്കയിൽ കമ്മ്യൂണിറ്റി സ്കൂൾ തുടങ്ങണമെന്ന് ജിദ്ദയിലെ കോൺസുൽ ജനറലുമായുള്ള കൂടിക്കാഴ്ചയിൽ ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. സന്നദ്ധ സേവനങ്ങൾക്ക് ഹജ്ജ് വേളയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. YCC ജിദ്ദ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണമകലം, 24 ജിദ്ദ.